നമസ്കാരം. CPM-ലെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങേയറ്റം MM മണി, ഇപ്പോൾ സജി ചെറിയാൻ വരെ നാവുപിഴ വളരെ പ്രസിദ്ധമാണ്. നാം ഇപ്പോൾ പറയാൻ പോകുന്നത് സജി ചെറിയാൻ എന്ന നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ ഏറ്റവും പുതിയ നാവുപിഴയെക്കുറിച്ചാണ്. അതായത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വിമർശിച്ചിരുന്നു. പിന്നീട് കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗമുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ സജി ചെറിയാൻ്റെ നാവുപിഴ നമുക്കെല്ലാവർക്കും ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം കേട്ട് തഴമ്പിച്ചിരിക്കുകയാണ്. ഇന്നിതാ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിവാദം. ഈ കഴിഞ്ഞ ദിവസം കായംകുളത്ത് CPM-ന്റെ ഒരു മുതിർന്ന പഴയകാല നേതാവിൻ്റെ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം പ്രതിഭാഹരി MLA-യുടെ മകൻ്റെ കഞ്ചാവ് കേസിനെ കുറിച്ച് വളരെ നിസ്സാരമായിട്ടാണ് സംസാരിച്ചത്. അതായത് കായംകുളത്ത് ആ വേദി വാസുദേവ പിള്ള അനുസ്മരണം CPM-ന്റെ ഒരു മുതിർന്ന നേതാവാണ്. ആ വേദിയിൽ പ്രതിഭാഹരിയെ ഇരുത്തിക്കൊണ്ടാണ് സജി ചെറിയാൻ പറയുന്നത്, കഞ്ചാവ് ഒരു പുകയോ രണ്ട് പുകയോ എടുക്കുന്നതൊന്നും വലിയ തെറ്റൊന്നുമല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ നാവുപിഴ എന്ന് പറയുന്നത്. കുട്ടികൾ പുക വലിക്കുന്നത് അത്ര വലിയ തെറ്റല്ല, കൂട്ടുകൂടി ഇരിക്കുന്നത് അത്ര വലിയ തെറ്റല്ല, ഒരു വേള രണ്ട് പുക എടുക്കുന്നതും തെറ്റല്ല, അത് ഈ പറയുന്ന പോലെ കഞ്ചാവ് പുകയായാലും തെറ്റല്ല എന്നൊക്കെയാണ് മന്ത്രി പ്രതിഭാഹരിയെ മുന്നിലിരുത്തി പ്രതിഭാഹരിയുടെ മകൻ്റെ ഈ കഞ്ചാവ് കേസിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായ വാക്കുകൾ വന്നിരിക്കുന്നത്. അതായത് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച്, അതായത് ഒരിക്കലും ഒരു മന്ത്രി ഇങ്ങനെ പറയാൻ പാടുണ്ടെന്നുണ്ടോ? അതായത് ഒരു മന്ത്രി അവരുടെ LDF-ന്റെ പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ലഹരി വിമുക്ത കേരളം എന്ന അവർക്കൊരു ക്യാമ്പയിൻ തന്നെ അവർ നടത്തിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മന്ത്രി ഒരു പൊതുവേദിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ ആ MLA കൂടെ ഇരുത്തിക്കൊണ്ട് അവരുടെ മകൻ കാണിച്ച തെറ്റിനെ ന്യായീകരിച്ച് നിസ്സാരവൽക്കരിച്ചാണ് കളഞ്ഞത്. തൻ്റെ ചെറുപ്പകാലത്ത് താനും ഇതുപോലെ കൂട്ടുകൂടിയിട്ടുണ്ട്, പുക എടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ രസകരമായ കാര്യങ്ങൾ തന്നെ എനിക്കുണ്ട് പറയാൻ. അതുകൊണ്ട് പ്രതിഭാഹരിയുടെ മകൻ ഇങ്ങനെ കഞ്ചാവ് കേസിൽ, അതായത് അത് ഒരു വലിയ കേസൊന്നുമല്ല, കുട്ടികളാകുമ്പോൾ കൂട്ടുകൂടി ഇരുന്നെന്ന് വരും, ചിലപ്പോൾ പുക ഒന്നോ രണ്ടോ പുക എടുത്തെന്ന് വരും, അത് ചിലപ്പോൾ കഞ്ചാവ് വരെ ആകാം എന്നൊക്കെ ഒരു മന്ത്രി പറയുമ്പോൾ അതിനെ നാം എങ്ങനെയാണ് കാണേണ്ടത്? ഏതായാലും അവിടെ ഈ കേസ് പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥനെ രാഖിരാമാനം അവിടുന്ന് മാറ്റിയപ്പോഴത്തേക്ക് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ MP രാജേഷ് മന്ത്രി പറഞ്ഞത് അതൊരു സ്വാഭാവിക സ്ഥലമാറ്റം മാത്രമാണ് എന്നാണ് ഈ പറയുന്ന MP രാജേഷ് മന്ത്രി പറഞ്ഞത്. ഏതായാലും പ്രതിഭാഹരി MLA ഇരുത്തിക്കൊണ്ട് അങ്ങനെ വെള്ള പൂശുമ്പോൾ ഈ കേസിനെ വല്ലാതെ CPM-ലെ ഈ ഒരു മന്ത്രി നിസ്സാരവൽക്കരിക്കുമ്പോൾ തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു MLA-യുടെ മകനായതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതും ഒരു മന്ത്രിപദത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പൊതുവേദിയിൽ പൊതുസമ്മേളനത്തിൽ വീണ്ടും ഇത്തരത്തിൽ സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ വികട സരസ്വതി, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള സംസാരം, അദ്ദേഹത്തിൻ്റെ നാവുപിഴ വീണ്ടും പ്രശ്നമാകാൻ പോകുന്നു. ഒരിക്കലും ഒരു മന്ത്രി ഇതിനെ തങ്ങളുടെ MLA-യുടെ മകനായതുകൊണ്ട് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചത് തെറ്റ് തന്നെയല്ലേ? ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ അതിനെ നിസ്സാരവൽക്കരിച്ച് പറയാൻ, അതായത് ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞ് LDF-ന്റെ ക്യാമ്പയിൻ ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പുറമേ പറയുകയും തങ്ങളുടെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു MLA-യുടെ മകൻ ഈ വിഷയം ഉണ്ടായപ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇതുപോലൊരു മന്ത്രിപദത്തിൽ ഇരിക്കുന്ന ഒരാൾ പറയുന്നത് ശരിയാണോ എന്ന് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതല്ലേ? ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം നാവുപിഴ ഉണ്ടാകുന്നത്, അദ്ദേഹം നമ്മുടെ കോടതിയെ വിമർശിച്ചു, ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചു, കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞു, ഇനി പറയാനൊന്നുമില്ല, ഭരണഘടനയൊക്കെ രൂക്ഷമായാണ് അദ്ദേഹം വിമർശിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട്. അതിന്മേലുള്ള വിവാദം എന്തൊക്കെയാകുമെന്നും അതിന് CPM നേതാക്കൾ എന്തൊക്കെ തിരിച്ചു പറയുമെന്നും, ഏതായാലും മകൻ കാണിച്ചതിനെ MLA ഇരുത്തിക്കൊണ്ട്
അതായത് ആ കുട്ടിയുടെ അമ്മയായ പ്രതിഭാഹരിയെ ഇരുത്തിക്കൊണ്ട് സജി ചെറിയാൻ വെള്ളപൂശാൻ ശ്രമിച്ചത് ഏതായാലും നമുക്ക് കേരള സമൂഹത്തിൽ ഇതൊക്കെ ഇങ്ങനെ അവർ കാണിച്ചാൽ അതെല്ലാം ശരി, മറ്റുള്ളവർ കാണിച്ചാൽ അതെല്ലാം തെറ്റ്. ഏതായാലും ഒരു മന്ത്രിപദത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ വികട സരസ്വതി അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തതൊക്കെ ഒരു മന്ത്രിക്ക്, ഈ ഒരു മന്ത്രി എന്ന നിലയിൽ സജി ചെറിയാൻ പറയേണ്ടതുണ്ടോ? ഇത് എന്താണ് പറയുന്നത് എന്ന ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇദ്ദേഹത്തിനൊക്കെ ഇല്ലേ എന്ന് കേരള സമൂഹം ചോദിച്ചു പോകുന്നു. അതായത് കഞ്ചാവ് കൈവശം വെക്കുന്നതോ കുട്ടികൾ കൂട്ടം കൂടിയിരിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ 2 പുകയെടുക്കുന്നതോ തെറ്റല്ല, പ്രത്യേകിച്ച് പ്രതിഭാഹരിയുടെ മകനാകുമ്പോൾ എന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത് എന്ന് കേരളം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, കേരള സമൂഹം തിരിച്ചു ചോദിക്കുകയാണ്. നന്ദി, നമസ്കാരം.